പാസ്റ്ററിലേക്ക് കൊണ്ട് ചെല്ലുമ്പോഴത്തേന് അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പോഴത്തേന് കൈവച്ച് കുറെ ആഷട ഭൂഷട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ദൈവവചനമൊക്കെ പറഞ്ഞ് പുറത്തു പോടാ നായിൻ്റെ മോനെ എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേന് പ്രേതം പുറത്തു പോകും. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ക്രൂശിതനായി കിടക്കുന്ന യേശുവിനെ ഒന്ന് ഓർത്തു നോക്കൂ, രക്തം വാർന്ന് ഇറ്റിറ്റായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപങ്ങൾക്കായി മരണപ്പെട്ടവൻ. ഇത് യുവാക്കളായിട്ടുള്ള പല ആളുകളും ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേനും ഒരുമാതിരി എന്തോ വിഭ്രാന്തി പോലൊക്കെ ചാടി മറിയുന്നു, ഡാൻസ് കളിക്കുന്നു, എന്നിട്ട് ഭ്രാന്തമായ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. ഇവരെ പിടിച്ചാൽ നിർത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു എക്സ്ട്രീം ഫോമിലേക്ക് ഇവർ പോവുകയാണ്. യൂഷ്വലി നമ്മൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരുടെ പ്രേതം കയറുക, ഭൂതം കയറുക അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഒരു ടെക്നോളജിക്കൽ ഭൂതമാണ് കയറിയത്. അപ്പൻ്റെ അപ്പാപ്പൻ പറഞ്ഞു, അപ്പൻ്റെ ഉപ്പാപ്പൻ പറഞ്ഞു, അത് ഞാൻ കേട്ടു, ഞാൻ വിശ്വസിച്ചു, എൻ്റെ മക്കളും വിശ്വസിക്കും, തലമുറയായിട്ട് ഇങ്ങനെ വിശ്വസിക്കും. ആ ഒരു ലൈനാണ്. അങ്ങനെ വന്നപ്പോഴത്തേന് ഈ കുട്ടിയുടെ മേളിലേക്ക് ഭൂതം കയറി, മൈക്കിൾ ജാക്സന്റെ ഭൂതം കയറി. കുട്ടി വിഭ്രാന്തി കാണിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം പാസ്റ്ററിൻ്റെ ഇടയ്ക്ക് വന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് ഒഴിപ്പിച്ചു വിട്ടു. മസനഗുഡി വഴി ഊട്ടി എന്ന് പറയുന്നത് പോലെ ഞാനിപ്പോൾ ചെറിയൊരു യാത്രയിലാണ്. സ്വീഡനിൽ നിന്ന് ഡെൻമാർക്ക് വഴി അയർലൻഡ്. ഞാനിപ്പോൾ കറൻ്റ്ലി സ്വീഡനിലെ 3ാമത്തെ വലിയ സിറ്റിയിലാണ്, മാൽമോ എന്ന് പറയും. ഇവിടുന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് താഴെയുള്ളൂ ഡെൻമാർക്കിലേക്ക് പോകാൻ. അപ്പോൾ ഇനി ഒരു 1 അവർ കഴിഞ്ഞിട്ട് എനിക്ക് ഡെൻമാർക്കിലേക്ക് ട്രെയിനുണ്ട്. അതിനുശേഷം ഡെൻമാർക്കിൽ നിന്ന് നാളെ രാവിലെ ഏകദേശം 6 മണിക്ക് അയർലൻഡിലേക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ഫൈനലി കോപ്പൻഹാഗൻ എയർപോർട്ടിലെത്തി. പക്ഷേ കുറച്ച് നേരത്തെയാണ്, വെയിറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലത്തെ കൂട്ട് ഇവിടെ ഗേറ്റിൻ്റെ മുമ്പിൽ പട്ടാളവും പോലീസും ഒന്നും തോക്ക് പിടിച്ച് നിൽക്കുന്ന പരിപാടികളില്ല. ഓപ്പണാണ്, ഡയറക്റ്റ് കയറി ചെല്ലാം. ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് കോപ്പൻഹാഗൻ എയർപോർട്ട് എത്തിയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നാണ്. പക്ഷേ കോപ്പൻഹാഗൻ എയർപോർട്ട് എത്തിയപ്പോഴത്തേനും അവിടെ എനിക്ക് പ്രൈവറ്റായിട്ടിരുന്ന് സംസാരിക്കാൻ ഒരു സ്പേസോ കാര്യങ്ങളോ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിവേ അയർലൻഡ് എത്തിയിട്ട് സംസാരിക്കും. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി അയർലൻഡിലാണുള്ളത്. അപ്പോൾ തംബ്നെയിലൊക്കെ കണ്ടുകൊണ്ട് തന്നെ പ്രേതം, ഭൂതം, പിശാച്, പെന്തക്കോസ്ത്. ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ കൂടുതലായും ആൾക്കാർ വിശ്വസിക്കുകയുണ്ട് എന്നൊക്കെ കരുതുന്ന ഒരു കാര്യമാണ് ഈ പ്രേതം, ഭൂതം, പിശാചുക്കൾ. അപ്പോൾ അതിൻ്റെ റിയാലിറ്റി എന്താണ് എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. ഒരു കാലം വരെ ഞാനും ഇത് വിശ്വസിച്ചിരുന്ന കാര്യം തന്നെയാണ്. മേ ബി കുറച്ച് പേർക്കെങ്കിലും അറിയത്തില്ലായിരിക്കും എന്താണ് ഈ സംഭവം, പ്രേതം, ഭൂതം, പിശാച്, അതിന് പെന്തക്കോസ്തുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ എന്ന്. അതിന് പണ്ട് പല ആളുകൾ കണ്ടൊരു വീഡിയോ ആയിരിക്കും ഇത്. ഓൾറെഡി ഡിബങ്ക് ചെയ്തതാണ്, സ്റ്റേജിലായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട്. എനിവേ കാണാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. സാത്താന്റെ ബന്ധനങ്ങൾ ഇപ്പോൾ വിട്ടുമാറിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല സാത്താന്യ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല സാത്താന്യ പിശാച് ഇപ്പൊ തന്നെ വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സകല പൈശാചിക തട്ടിപ്പുകൾ ഇപ്പോൾ പരാജയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സകല അറുകലകളും വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല പിശാചുക്കളും വിട്ടുപോകും. ഹല്ലേലൂയ. യേശു വലിയവൻ, യേശു വലിയവൻ. ഇതിൽ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് പോസസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്, ആത്മാവ് കയറുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നത്. ഇത് പർട്ടിക്കുലർ ആയിട്ട് ഒരു വിശ്വാസത്തിൽ മാത്രമല്ല പല ഇതിലും കാണാറുണ്ട്. ഇസ്ലാമിലും നമ്മൾ പല ഇതും കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പിന്നെ ഹിന്ദുയിസത്തിലും കാണാറുണ്ട്. എനിവേ ബാക്കിയൂടെ നോക്കാം. പിശാചിനെ വിട്ടുപോ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറ യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരെ, 1400 പിശാചുക്കളാണ് ഈ സ്ത്രീയെ ഭരിച്ചിരുന്നത്. 1400 പിശാചുക്കൾ യേശു വെളിപ്പെടുത്തിയതാണ്. അവരെല്ലാം ഇറങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം 1 2 അല്ല പുള്ളി ഒഴിപ്പിച്ചു വിട്ടിരിക്കുന്നത്, 1400 അപ്പം ഏതെങ്കിലും വഴി കറങ്ങി വന്ന് നമ്മുടെ മേളിൽ കയറാൻ സാധ്യതയുണ്ട്. എനിവേ കയറിയാൽ തന്നെ പേടിക്കേണ്ട, പുള്ളി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. കുറച്ച് പൈസയായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒഴിപ്പിച്ച് ശരിയാക്കി തരും. ഓക്കെ. എനിവേ യേശു ഡയറക്റ്റായിട്ട് സാറ്റലൈറ്റ് കണക്ഷനിലൂടെ പുള്ളിക്ക് മാത്രമേ ഉള്ളൂ പുള്ളിയായിട്ട് ബന്ധം ഇപ്പോഴും. ഭാഗ്യം ചെയ്ത ആളാണ്. കാരണം ലോകത്തെല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. കാരണം യേശുവായിട്ട് സാറ്റലൈറ്റ് കണക്ഷനിൽ ഡയറക്റ്റ് ബന്ധമുള്ളൊരു ആളാണ് മുല്ലക്കര ദേവസി. മുല്ലക്കര ദേവസിയെ നിങ്ങൾക്കെല്ലാം പരിചയം ഉണ്ടായിരിക്കും. ഇപ്പോൾ പുള്ളി ഈ പരിപാടി നടത്തുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇന്റർനെറ്റൊക്കെ പോപ്പുലറായി ഈ ഒരു സാധനം നല്ല ട്രോള് കിട്ടിയ പിന്നെ പുള്ളി അങ്ങനെ കാണാറില്ല. എന്തെങ്കിലും ലൊട്ടിലൊടുക്കൂടായി പോയിട്ട് നടക്കുമായിരിക്കും.
ഇതിനെക്കുറിച്ച് ബാക്കി സംസാരിക്കുമ്പോഴത്തേനും ഞാനും ഇതൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ വിശ്വാസിയായിരുന്ന കാലത്ത് ഞാനിത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാർ പോസസ്ഡ് ആവുന്നതും പാസ്റ്റർമാർ കൈവച്ച് പ്രാർത്ഥിച്ച് അതിനെ ഒഴിപ്പിക്കുന്നതും. അന്ന് ഞാനിതിനെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്ന ആളാണ്. പിന്നീട് ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് എന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോ. ഇതിനെ 2 കാറ്റഗറി ആക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേനും ഞാൻ കേട്ട് വിശ്വസിച്ച് വന്നിരുന്ന കഥകൾ. രണ്ടാമത്തേത് ഞാൻ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തത്. ഞാനിങ്ങനെ പാസ്റ്റർമാർ കൈവച്ച് പ്രാർത്ഥിച്ച് ഓടിച്ചു വിടുന്ന സംഭവം കണ്ടത്. അതിൻ്റെ റിയാലിറ്റി എന്താണ്, ഇപ്പം ഞാൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നതെന്ന്. എനിവേ, ആദ്യം നമുക്ക് ഈ സ്റ്റോറീസിൽ നിന്ന് തുടങ്ങാം. ഒന്നാമത്തെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞൊരു കഥയാണ്. എവിടെയാണ് കാര്യങ്ങൾ അത്രയും ഡീപ്പ് കോണ്ടെക്സ്റ്റ് പുള്ളി പറഞ്ഞിരുന്നില്ല. എനിവേ, പുള്ളിയും ഇങ്ങനെ എവിടെയോ ആരോ പറഞ്ഞ കഥകൾ അതാണ് പറയുന്നത്. ആർക്കും ഇതിനെക്കുറിച്ചൊന്നും നേരിട്ട് വലിയ പരിചയമൊന്നുമില്ല. അവർ പറയുന്നു, ഇവർ പറയുന്നു. മറ്റേ രോഗശാന്തിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട് അപ്പൻ്റെ അപ്പാപ്പൻ പറഞ്ഞു, അപ്പൻ്റെ ഉപ്പാപ്പൻ പറഞ്ഞു, അത് ഞാൻ കേട്ടു, ഞാൻ വിശ്വസിച്ചു, എൻ്റെ മക്കളും വിശ്വസിക്കും, തലമുറയായിട്ട് ഇങ്ങനെ വിശ്വസിക്കും. ആ ഒരു ലൈനാണ്. എനിവേ, പുള്ളി പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേനും എവിടെയോ ഒരു പെൺകുട്ടി ഇങ്ങനെ പോസസ്ഡായി, എന്തോ ഭൂതം ഉള്ളിൽ കയറിയിട്ട് ഒരു രക്ഷയില്ല, പഠിച്ച 18 നോക്കിയിട്ടും പുറത്താക്കാൻ കഴിയുന്നില്ല. അവസാനം അവരേതോ ഒരു പാസ്റ്ററിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. പാസ്റ്ററിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുമ്പോഴത്തേന് അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പോഴത്തേന് കൈവച്ച് കുറേ ആഷട പൂഷട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദൈവവചനമൊക്കെ പറഞ്ഞ് പുറത്ത് പോടാ നായിൻ്റെ മോനെ എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേന് പ്രേതം പുറത്ത് പോകും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എനിവേ, ആ ഒരു ടൈമിൽ ഈ പാസ്റ്റർ ആ ഒരു ഭൂതത്തിൻ്റെ ഇടയ്ക്ക്, ഭൂതം എന്ന് പറയുമ്പോഴത്തേന് പോസസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ബോഡി ആ ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി എടുക്കുക ചോദിച്ചു, ആരാണ് നീ എന്ന് ചോദിച്ചപ്പോഴത്തേന് പ്രേതം പറയുകയാണ്, ഞാൻ വാട്സപ്പാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ യൂഷ്വലി നമ്മൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരുടെ പ്രേതം കയറുക, ഭൂതം കയറുക അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഒരു ടെക്നോളജിക്കൽ ഭൂതമാണ് കയറിയത്. ഭൂതത്തിൻ്റെ പേര് വാട്സാപ്പ്. രണ്ടാമത്തെ കഥ, അത് കൃത്യമായും എവിടെയാണ് ഞാൻ കേട്ടത് എന്നെനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഒരു ഫോർവേഡ് മെസ്സേജ് കാര്യങ്ങൾ വന്നതാണ്. പക്ഷെ അത് ഞാൻ അന്തക്കാലത്ത് അന്ധവിശ്വാസി ആയിരുന്നത് കൊണ്ട് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചു. പാസ്റ്ററാണല്ലോ കൈവച്ച് പ്രാർത്ഥിച്ച് പുറത്താക്കിയത്. അപ്പോൾ ആ കഥയെന്ന് പറയുമ്പോഴത്തേനും ഇതേപോലെ തന്നെ സെയിം കഥ. പക്ഷെ അതിലത്തെ ഭൂതം എന്ന് പറയുമ്പോഴത്തേനും വാട്സപ്പിനെ മാറ്റി നിർത്തിയിട്ട് ഫേസ്ബുക്ക് ഭൂതമായിരുന്നു അത്. പാസ്റ്റർ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ആരാണ് നീ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഞാനാണ് ഫേസ്ബുക്ക് ഭൂതം എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ കേട്ട രണ്ടാമത്തെ കഥ. അതിനുശേഷം ഞാൻ കേട്ട ഒരു കഥ, ഈ യൂത്ത് ക്യാമ്പ്സ് ഉണ്ടാകാറുണ്ട്. യൂത്ത് ക്യാമ്പ്സ് എന്ന് പറയുമ്പോഴത്തേന് കുട്ടികൾ തൊട്ട് 30 വയസ്സിന് താഴെയുള്ള അവിവാഹിതരായിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടി ഈ ചർച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് ലോക്കൽ യൂത്ത് ക്യാമ്പ് ഉണ്ടാകാറുണ്ട്, ഇന്റർനാഷണൽ യൂത്ത് ക്യാമ്പ് ഉണ്ടാകാറുണ്ട്. ലോക്കൽ യൂത്ത് ക്യാമ്പ് കുറേ സഭകൾ കൂട്ടിച്ചേർത്ത് ഏതെങ്കിലും ഇപ്പം ജില്ലാതലം അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സെൻട്രൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. അത് യൂഷ്വലി നടത്തുന്നത് ഓണത്തിൻ്റെ അവധി ഉണ്ടായിരിക്കുന്ന സമയത്താണ്. ഓണം ഹോളിഡേയ്സിനാണ്. അത് കൃത്യമായിട്ട് ഇവർ 3 ദിവസമാണ് ചതയത്തിൻ്റെ അന്ന് അവസാനിപ്പിച്ച് എല്ലാവരും വീട്ടിൽ പോകുന്ന രീതിയിലാണ് വെക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവരുടെ കുട്ടികൾ ഓണം ഫെസ്റ്റിവലിൽ ഉൾപ്പെടുന്നില്ല, അത് ആഘോഷിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് കറക്റ്റ് ആ ഒരു ഡേറ്റ് കൊണ്ടുപോകും. ഞാൻ പോയിക്കൊണ്ടിരുന്ന സഭയുടെ ലോക്കൽ സെൻറ്റർ എന്ന് പറയുന്നത് തിരുവല്ലയാണ്. അപ്പോൾ തിരുവല്ലയിൽ ഈ യൂത്ത് ക്യാമ്പിന് പോയപ്പോഴത്തേന് ഒരു പാസ്റ്റർ പറഞ്ഞതാണ്, ഒരു പെൺകുട്ടി ഭീകരമായ മൈക്കിൾ ജാക്സൺ ഫാനായിരുന്നു. തുടർച്ചയായി ലൂപ്പിൽ ഈ മൈക്കിൾ ജാക്സൺ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. ആ ഒരു രീതി വർഷങ്ങളായി പിൻപറ്റി പോകുന്ന ആളാണ്. അപ്പം കൈൻഡ് ഓഫ് മൈക്കിൾ ജാക്സൺ എക്സ്ട്രീം ഫാനാണ്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ പ്രത്യേകത കൂടി പറയണം. അത് ഞാനൊരു ടീനേജറൊക്കെ ആയിരിക്കുന്ന സമയമാണ്. ആ സമയത്തെന്ന് പറയുമ്പോഴത്തേന് സൈക്കോളജിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മുടെ പേരൻസിനൊന്നും അത്ര വലിയ അവബോധമില്ല. രണ്ടാമത് ഇൻ്റർനെറ്റിലെ ആപ്ലിക്കേഷൻസ് ഇതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കാണുമ്പോൾ ഇവർ ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോഴത്തേനും ഒറ്റയടിക്ക് അതിനെ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യും. ഇപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്കൊക്കെ അധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇൻ്റർനെറ്റ് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഫോൺ മേടിച്ച് വെക്കും, കണക്ഷൻസ് കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവർ ഇതിനെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് ഈ ഒരു അഡിക്ഷൻ കുറയ്ക്കാൻ നോക്കുന്നത്. അതേപോലെ തന്നെ ഈ മൈക്കിൾ ജാക്സൻ്റെ കാര്യം വന്നപ്പോഴും പേരൻസ് അത് ഫുള്ളി റെസ്ട്രിക്റ്റ് ചെയ്തു. ഈ വോക്ക്മാനോ കാര്യങ്ങളോ എന്തൊക്കെ മേടിച്ച് വെച്ചു. അങ്ങനെ വന്നപ്പോഴത്തേന് ഈ കുട്ടിയുടെ മേളിലേക്ക് ഭൂതം കയറി, മൈക്കിൾ ജാക്സൻ്റെ ഭൂതം കയറി. കുട്ടി വിഭ്രാന്തി കാണിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം പാസ്റ്ററിൻ്റെ ഇടയ്ക്ക് വന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് ഒഴിപ്പിച്ചു വിട്ടു. അപ്പോൾ ഈ 3 കഥകളാണ് കേട്ടിട്ടുള്ളത്. ഈ 3 കഥകളിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും 3ഉം അഡിക്ഷനാണ്. അന്ന് എനിക്ക് ഇത് അഡിക്ഷനാണ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബോധമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും ഭൂതം തന്നെയാണ്. എനിവേ, ഇപ്പം
ഈ ഒരു നിരീശ്വരവാദിയൊക്കെ ആയി. അതിനുശേഷം പിന്നീട് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ അയവറക്കാൻ തുടങ്ങിയപ്പോൾ, ചാരുകസേരയിൽ ചാരിയിരുന്ന് അയവറക്കാൻ തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് ഇതിലെ ലോജിക്കുകളൊക്കെ മനസ്സിലായി തുടങ്ങി. എന്താണ് കാര്യങ്ങൾ? ഈ 3 കാര്യങ്ങൾ ഇപ്പം എല്ലാവരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രഗ്സോ ആൽക്കഹോളോ മാത്രമേ ഇങ്ങനെ അഡിക്ഷൻ തരുന്ന കാര്യങ്ങളുള്ളതെന്നാണ്. പക്ഷെ ഈ ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ പോലെ തന്നെ അഡിക്ഷൻ തരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പം എക്സ്ട്രീമായിട്ട് ഒരാളുടെ തന്നെ ഇപ്പോൾ ഫാൻ ഫോളോയിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേന് നമ്മൾ പണ്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി മരിച്ചു കഴിയുമ്പോഴത്തേന് പലരും തീ കൊളുത്തി മരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മൂവി ആക്ടർ മരിക്കുമ്പോഴത്തേന് അങ്ങനെ മരിക്കുന്നു. ആ ഒരു കാര്യങ്ങൾ കാണാറുണ്ട്. അത് ഡീപ്പ് അഡിക്ഷനാണ്. അവരുടെ ജീവനേക്കാൾ മറ്റൊരാളോടുള്ള ആരാധന അവർക്ക് വലുതായി തോന്നുമ്പോൾ അവർ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങൾ. അത്രയും മാത്രമേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. ഇത് ഇവർക്ക് ഒരു സോഷ്യൽ മീഡിയയോടും അല്ലെങ്കിൽ ഒരു പാട്ടുകാരനോടും ഡീപ്പ് അഡിക്ഷൻ തോന്നി. വീട്ടുകാർക്ക് ഇത് സ്ട്രാറ്റജിക്കലി എങ്ങനെ മെച്യൂർഡായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ വന്നപ്പോഴത്തേന് ഒറ്റയടിക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്തു. അവർ വിത്ഡ്രോവൽ സിൻഡ്രോം പോലെ കാണിച്ചു തുടങ്ങി. അതിനെ ഇവർ ഭൂതമെന്ന് തെറ്റിദ്ധരിച്ചു. അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ ടൈമിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണലിൻ്റെ അടുക്കെ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ ഒക്കെ കൊണ്ടുപോയിട്ട് വേണ്ടതായ രീതിയിൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നതാണ് വേണ്ടത്. അല്ലെങ്കിൽ അതിനെ ഘട്ടം ഘട്ടമായിട്ട് ടൈം കുറച്ചുകൊണ്ട് സ്ട്രാറ്റജിക്കലി നിങ്ങൾക്ക് തന്നെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ അതിന് കഴിവുള്ള പ്രൊഫഷണൽസ് ഉണ്ട്, അവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. അവരിവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ത് രീതിയിലാണ് അവർക്ക് വർക്കാകുന്നത് അത് കണ്ടെത്തിയിട്ട് ആ രീതിയിൽ അതിന് ഹെൽപ്പ് കൊടുക്കും. എനിവേ, രണ്ടാമത്തെ ഒരു പാർട്ടിലേക്ക് വരുമ്പോഴത്തേന് ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. ആ സംഭവം നടക്കുന്നത് ഇന്റർനാഷണൽ യൂത്ത് ക്യാമ്പിന് പോകുമ്പോഴാണ്. ഈ ഒരു TPM ചർച്ചിൻ്റെ ലോകത്ത് എവിടെയൊക്കെ ചർച്ചസ് ഉണ്ടോ അവിടുത്തെ എല്ലാ യൂത്ത്സും ഇന്റർനാഷണൽ യൂത്ത് ക്യാമ്പിന് വരും. അത് ചെന്നൈയിലാണ്. ഇവരുടെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. വലിയൊരു സംഭവമാണ്. അടച്ചുപൂട്ടിയിട്ട് ഒരുമാതിരി പോലീസ് ക്യാമ്പിലേക്ക് കൂട്ടുക. പുറത്തേക്കാരെയും വിടുന്നില്ല, അകത്തേക്കാരെയും കയറ്റുന്നില്ല. ആ ഒരു രീതിയിൽ കുറച്ച് ദിവസം നടത്തപ്പെടുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ ഞാൻ ഒരു ഇന്റർനാഷണൽ യൂത്ത് ക്യാമ്പിന് പോയപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. ഒരു യുവാക്കളായിട്ടുള്ള പല ആളുകളും ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേനും ഒരുമാതിരി എന്തോ വിഭ്രാന്തി പോലൊക്കെ ചാടി മറിയുന്നു, ഡാൻസ് കളിക്കുന്നു, എന്നിട്ട് ഭ്രാന്തമായ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. ഇവരെ പിടിച്ചാൽ നിർത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു എക്സ്ട്രീം ഫോമിലേക്ക് ഇവർ പോവുകയാണ്. ഈ അവസാനം പാസ്റ്റർ വരുന്നു, തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, അന്നേരത്തേന് ഇവർ സെറ്റാകുന്നു. അതിനെ ഭൂതം എന്നാണ് അവർ പറഞ്ഞത്. ഞാനത് കണ്ടു. എനിക്കും എന്താ മനുഷ്യന്മാരിങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ നോക്കിയപ്പോഴത്തേനും എനിക്കും ഇത് ഭൂതം കയറിയതാണ് എന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ പിന്നീട് ഇപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയപ്പോഴത്തേനും എനിക്ക് കാര്യം എങ്ങനെയാണ് ഇത് വർക്കാവുന്നത് എൻ്റെ ഓൺ ലോജിക്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൃത്യമായിട്ട് ഒരു സൈക്കോളജിക്കൽ ഓർഡറിലാണ് ഇവരുടെ പ്രാർത്ഥനകളെയും കാര്യങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പം പല സ്പിരിച്വൽ ലീഡേഴ്സും ഒക്കെ അവർ പല രീതിയിൽ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൾക്കാർ ഒരു മെൻ്റൽ എക്സ്റ്റസിയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു കുറച്ച് ടൈം പ്രെയറൊക്കെ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൈസിങ് ആണ്. ഇപ്പോൾ ഈ ഒരു വർഷക്കാലം, ഈ ഒരു മാസക്കാലം, ഈ ഒരു ആഴ്ചയിൽ നമ്മളെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദി. ഇവരെല്ലാം സ്തോത്രം 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 കർത്താവേ ഹല്ലേലൂയ ഒക്കെ പറയും. പഠിക്കാൻ ബുദ്ധി തന്ന, കാത്തു സൂക്ഷിച്ച, ഫുഡ് തന്ന, പൈസ തന്ന, ജോലി തന്ന, ഇങ്ങനെയുള്ള എല്ലാം ദൈവത്തിന്. അപ്പോഴത്തേനും നമ്മളിങ്ങനെ കണ്ണുടച്ചിട്ടാണ് ഈ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുക. അന്നേരം നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മൾ ഇത്രയെല്ലാം തോന്നിയ ദിവസം കാണിച്ചിട്ടും ദൈവം കാത്തു സൂക്ഷിച്ചു, എനിക്ക് കഴിക്കാൻ ഫുഡ് തന്നു, പഠിക്കാൻ ബുദ്ധി തന്നു, ജോലി തന്നു. അന്നേരത്തേന് നമുക്കൊരു വിധേയത്വം തോന്നും ഈ ഒരു ദൈവത്തോട്. അതിനുശേഷം പാട്ടുകൾ, കാര്യങ്ങൾ, ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി കാത്തു സൂക്ഷിച്ചല്ലോ, അങ്ങനെ ഇങ്ങനെയാണ്, ദൈവമേ നന്ദി സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പാട്ടിലേക്ക് കിടക്കും. ഒരു 3-4 പാട്ട് അതിന് ശേഷം ഉണ്ടായിരിക്കും. പാട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്ലോ പേസിലുള്ള പാട്ടുകൾ പാടും. 2-3 പാട്ടൊക്കെ കഴിയുമ്പോഴത്തേന് ഹൈ പേസിലുള്ളത് വരും. ഹൈ പേസ് പാട്ട് മാത്രമല്ലാതെ അതിൻ്റെ കൂടെ ഡ്രംസ്, ഇൻസ്ട്രുമെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ലാതെ നമ്മൾ മുഴങ്കാലിലിരുന്നായിരിക്കും, കാല് മടക്കി അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടായിരിക്കും നമ്മൾ ഈ പാട്ടുകൾ പാടുന്നത്. കണ്ണടച്ചിട്ടായിരിക്കും, കൈയടിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഈ ഒരു ടെമ്പോ ആദ്യം പതുക്കെ പാട്ട് തുടങ്ങുന്നു, പിന്നെ സ്പീഡ് കൂടി അറ്റ് എൻഡിൽ എത്തുമ്പോഴത്തേന് നമ്മൾ കൈയടിക്കുന്നുണ്ട്, കണ്ണടച്ചിരിക്കുകയാണ്, ഫുൾ കോൺസെൻട്രേറ്റഡ് ആണ്. ഇപ്പോൾ പാട്ടുകൾ കേൾക്കുന്നു. പാട്ടൊക്കെ നല്ല അർത്ഥവത്തായ വരികളാണ്. ഈ ദൈവത്തിനോടുള്ള അടിമത്തം പോലെയുള്ള സാധനങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് ആദ്യം നമുക്ക് ഒന്നാമതേ വിധേയത്വം ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ നമ്മൾ നന്ദി പറഞ്ഞിട്ട് കൈയടിച്ച് സ്പീഡ് കൂട്ടി അവസാനം ഒരു എക്സ്ട്രീമിലേക്ക് എത്തുമ്പോഴത്തേന് എന്തൊക്കെയോ ആയിത്തീരും. മനുഷ്യന്മാർ ചാടി മറിഞ്ഞ് ആ ഒരു രീതിയിലേക്ക് പോകും. ഇത് മാത്രമല്ലാതെ ആ ഒരു പാട്ടൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേന് പിന്നെ കുറച്ച് പരിപാടികളാണ്. അതാണ് മെയിൻ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ മെയിനായിട്ട് നടക്കുന്നത് അവിടെയാണ്. ഇവർ കണ്ണടച്ച് തന്നെ ഇരിക്കുമായിരിക്കും, ആ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുമായിരിക്കും. എന്നിട്ട് ഈ പാസ്റ്റർമാർ നൈസായിട്ട് കുറേ ഡയലോഗുകൾ ഇടും. നിങ്ങൾ
ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇത്രയും പാപികളായി ജീവിച്ചിട്ട്, നിങ്ങൾ ഇത്രയും ദോഷം ചെയ്തിട്ട്, എന്നിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഓർത്തു നോക്കൂ, നിങ്ങൾ എന്തെല്ലാം ചെയ്തു, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, സിനിമ കണ്ടില്ലേ, പാട്ട് കേട്ടില്ലേ, കൂട്ടുകാരോട് താർത്തോല്ലസിച്ച് നടന്നില്ലേ, എന്നിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ക്രൂശിതനായി കിടക്കുന്ന യേശുവിനെ ഒന്ന് ഓർത്തു നോക്കൂ. രക്തം വാർന്ന് ഇറ്റിറ്റായി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾക്കായി മരണപ്പെട്ടവൻ. ഇതൊക്കെ ധ്യാനിച്ച് നോക്കൂ എന്ന് പറയും. നമ്മളവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണടച്ചാണ് ഇരിക്കുന്നത്. ഒന്നാമത് ഈ പാട്ട് കാര്യങ്ങൾ വിധേയത്വം എല്ലാം കഴിഞ്ഞ് വന്നൊരു ഫേസിലാണ് ഇരിക്കുന്നത്. കണ്ണടച്ച് ഇതെല്ലാം നമ്മളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാധനങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് വരും. നമ്മളിതിനെല്ലാം ഇമേജ് ചെയ്ത് പിക്ചറൈസ് ചെയ്ത് കാണാൻ തുടങ്ങി. ഇങ്ങനെ രക്തത്തുള്ളിയൊക്കെ ഇറ്റിറ്റ് വീഴുന്നു. ആ ഒരു ടൈമിൽ ഇതെല്ലാം പറയുമ്പോഴത്തേനും അയ്യോ ഞാനൊരു പാപിയാണല്ലോ, എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടം സഹിച്ച് ചാട്ടവാറ് കൊണ്ട് അടി കൊണ്ട് ആണി അടിച്ച് കുരിശിൽ കെട്ടിത്തൂക്കിയ ദൈവത്തോട് ഞാൻ എന്തിനിങ്ങനെ പാപം ചെയ്തു, തെറ്റല്ലേ ഞാൻ ചെയ്തത്, ഞാനൊരു നാറിയല്ലേ എന്നൊരു ഫീലിംഗ് ഒക്കെ നമുക്ക് തന്നെ ഉണ്ടാവും. നമ്മളെ തന്നെ ഇങ്ങനെ ഗിൽറ്റിൻ്റെ ഒക്കെ ഒരു പീക്ക് പോയിന്റിൽ കൊണ്ടു നിർത്തും. എന്നിട്ട് ഈ കണ്ണു അടച്ചിരുന്ന് പിന്നെ പെട്ടെന്നൊരു സാധനം ദൈവം സ്നേഹമാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു പാട്ടെടുത്തിട്ട് അന്നേരത്തേന് നമ്മുടെ കയ്യിൽ നിന്ന് സാധനം പോകും. ആ ടൈമിൽ നമ്മൾ കാണുന്നതാണ് ഇവരുടെ ഈ പരിശുദ്ധാത്മാവെന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ കൈയടിച്ച് ചാടി മറിയുക, എന്നിട്ട് മറ്റേ ശമ്പട കുമ്പട കമ്പട എന്നൊക്കെ പറയുന്നത്. DJ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഒരു മ്യൂസിക് സെറ്റിങ്ങും ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ഈ ഒരു എക്സ്റ്റസിയിലേക്ക് പോകാറുണ്ട്. അതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമല്ല. അത് ദൈവാത്മാവോ തേങ്ങയോ ഒന്നും അല്ല. എനിവേ, ഇതിൻ്റെ അപ്പുറത്തെ ഒരു ഫോമിലാണ് ഈ ഒരു യൂത്ത്സ് ആണ് അവിടെ വരുന്നത്. ഈ യൂത്ത് എന്ന് പറയുമ്പോഴത്തേന് അവരുടെ ആ ഒരു പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴത്തേനും അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിൽ അവർ ചെയ്യുന്ന പല, ഇപ്പോൾ സിനിമ കാണുക, പാട്ട് കേൾക്കുക, എല്ലാത്തിനെയും പാപമായിട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ കുരിശിൽ വാർന്ന് മരിച്ച യേശുവിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേന് ഇവരൊരുമാതിരി കൈവിട്ടു പോകുന്ന അവസ്ഥ. അയ്യോ ഞാൻ ഇത്ര പാപിയായപ്പോലെ. എനിക്ക് ഈ എക്സ്ട്രീം ഗിൽറ്റ് ഫീലൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ ഞാൻ വെറും നാറി, എന്തൊരു തോന്നിയാസിയാണ് ഞാൻ, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ദൈവത്തോട് ഞാൻ ഇങ്ങനെയാണല്ലോ കാണിക്കുന്നത്, അങ്ങനെ എന്നൊരു ഫീലിംഗ് ഒക്കെ വരും. പക്ഷെ ആളുകൾ തമ്മിൽ വലിയ രീതിയിൽ വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ എക്സിസ്റ്റൻസിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. എപ്പോഴും എന്നെ സറൗണ്ട് ചെയ്ത ആൾക്കാരുണ്ട്, അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പം ഞാൻ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യണം എന്നൊരു തോന്നലുള്ളതാണ്. ഇവർ തന്നെ ഈ ഒരു ഫോമിൽ എത്തി നിൽക്കുമ്പോഴത്തേന് പറയാറുണ്ട്, നിങ്ങൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നോക്കണ്ട, നിങ്ങൾക്ക് നൃത്തം ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നൃത്തം ചെയ്യുക, കൈയടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ കൈയടിക്കുക, ഷൗട്ട് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഷൗട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ട് ഈ നമ്മുടെ ഈ ഒരു കോൺഷ്യസ് മൈൻഡിനെ പുറത്താക്കൂ എന്നിവർ പറഞ്ഞ് ഇങ്ങനെ ട്രെയിൻ ചെയ്യിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് നടക്കുന്ന കാര്യമല്ല. കാരണം എനിക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ചിലർക്ക് ഈ ഒരു കോൺഷ്യസ്നെസ് കുറവായിരിക്കും. അവർ ഈ കോൺഷ്യസ്നെസ് വിട്ട് കഴിഞ്ഞിട്ട് ചുറ്റും ആളില്ല, അവരും ദൈവമായിട്ടൊരു ഡയറക്റ്റ് ലിങ്കിലാണ് എന്നൊക്കെ തോന്നിക്കഴിയുമ്പോഴത്തേന് അവർ കൈവിട്ട് പോയിട്ട് പല കാര്യങ്ങളും കാണിക്കും. ഈ ഒരു ഗിൽറ്റും അവിടെ കിടക്കുന്നിടത്തോളം സമയം അവരിതിൻ്റെ എക്സ്ട്രീം ഫോമിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് ഇവർ അവിടെ ഭൂതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഭൂതത്തെ പുറത്താക്കുന്നത് കണ്ടിട്ടാണ് ഞാനും ഭൂതമാണ്, ഞാൻ കണ്ടു വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു കാര്യം അത് ഒത്തിരി പേർക്ക് വരത്തില്ല. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് തന്നെ കോൺഷ്യസ്നെസ് ഏറ്റവും കുറവുള്ള വ്യക്തികൾക്കായിരിക്കും. ആ ഒരു സംഭവമാണ് എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടത്. ഇപ്പോൾ ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് അഡിക്ഷൻ അതൊരു കാര്യം, സൈക്കോളജിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിപ്പം ഏറ്റവും നല്ല രീതിയിൽ അവബോധം കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാം, അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞ നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് അവർക്ക് ഭൂതം കയറിയത് കൊണ്ടോ പ്രേതം കയറിയത് കൊണ്ടോ ഒന്നുമല്ല. ആ ഒരു സൈക്കോളജിക്കലി അവരെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് അവരെ ട്രിഗർ ചെയ്ത് വിടുന്നതാണ്. അല്ലാതെ അതിന് പ്രേതം ഭൂതം കാര്യങ്ങളൊന്നുമില്ല. എനിവേ, ഇതൊക്കെയാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്താണ് ഈ പ്രേതം ഭൂതം കാര്യങ്ങൾ. ഇപ്പോൾ പലരും പറയാൻ സാധ്യതയുണ്ട് അത് പ്ലാസ്റ്റർ കൈവെക്കുമ്പോഴത്തേന് പോകുന്നില്ല. ഓക്കെ, തീർച്ചയായിട്ടും പോകുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ ട്രിഗർ ചെയ്ത് വിടുന്നതും അവരാണ്. ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവർ കാണുന്നത് ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ എന്ന രീതിയിലാണ്. അപ്പോൾ പുള്ളി ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞാനങ്ങ് ശരിയായി എന്നൊരു ഫീലിംഗ് വരും. ഈ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെറും സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻസ് മാത്രമാണ്. അതിൻ്റെ പുറത്ത് നമ്മളില്ലാത്ത കാര്യം നമ്മുടെ മേളിൽ വന്നു എന്ന് വിചാരിക്കുന്നതും അതിനെ ഒരാൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോകുന്നു വിചാരിക്കുന്നതും എല്ലാം സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻസ് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രേതം, ഭൂതം, പിശാച്, സാത്താൻ എന്നൊക്കെ പറയുന്നത്. ഒന്നെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന ഇതേപോലെ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻസ്. ഇതാണ് ഭൂതം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പൊസഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളതും എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.